എത്ര നേരായിട്ടാ നീ ഗെയിമും കളിച്ചോണ്ടിരിക്കുന്നേ? ഇക്രു പോയിട്ട് ബുക്ക് കൊണ്ടുവന്ന് പഠിക്കടാ. നാളെ മോനെ എക്സാം. ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം നീ ഫെയിൽ ആവുന്ന ഫിക്സ് കൂടെ. ഏയ് ചേച്ചി, നിന്റെ കരിനാക്ക് വിളിച്ചൊന്നും പറയല്ലേ. ഞാൻ ഒരിക്കലും ഫെയിൽ ആവൂലപ്പാ. ഞാൻ പാസ്സാവുന്ന ഗ്യാരണ്ടി. നോക്കിക്കോ ചേച്ചി നീ. അത് എങ്ങനെയാടാ നീ ഒന്നും പഠിക്കാതെ പാസ്സാവുന്നേ? എന്റെ അരികിലിരിക്കുന്ന തുളസി രാവിലെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫെയിൽ ആവോ? ഓളെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കാട്ടി തരും, അറിയോ? നിന്റെ ക്ലാസ്സിലെ തുളസിയോ? ഓളെന്നെ കഴിഞ്ഞ കൊല്ലം 2 സബ്ജക്റ്റിൽ ഫെയിൽ ആയിനി. എന്നിട്ട് ഓളെ കാട്ടിച്ചു തരുന്ന് പറഞ്ഞിട്ട് ഇരുന്നല്ലേ നീ. അയ്യോ മരമണ്ടന്. ഓളെ വിശ്വസിച്ചിട്ട് നീ പഠിക്കാതിരിക്കുന്നല്ലേ. നിനക്ക് കിട്ടും മോനെ ടീച്ചറിന്റെ അടുത്തുനിന്ന്. അവളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ദാ നോക്കടാ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പോയിട്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ നോക്കടാ. നിങ്ങൾ ഇത്ര നേരം എന്താക്കുന്ന? പഠിച്ചു കഴിഞ്ഞു അഞ്ചുമോളെ? അമ്മച്ചി എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഈ ഇക്രുക്കുട്ടന് ഒന്നും പഠിച്ചിട്ടില്ല അമ്മച്ചിയെ. രാവിലെ മൊബൈൽ മുറിച്ച് കുത്തിരിക്കുന്നവന്. ഇക്രു, നീ മൊബൈൽ മുറിച്ചിരിക്കണം. നീ ഒന്നും പഠിച്ചിട്ടില്ലടേ നീയും. അമ്മച്ചി അത് കുറച്ചു നേരം മൊബൈലിൽ ഗെയിം കളിച്ചു കഴിഞ്ഞ് പിന്നെ പഠിക്കാന്ന് വിചാരിച്ച്. ഇതാ പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ കോയി മുട്ട ഇട്ട് തരും ടീച്ചർ. എന്നിട്ട് എല്ലാ സബ്ജക്റ്റും ഫെയിൽ ആയിട്ട് ഇരിക്കണം. നീ ഫെയിൽ ആയിട്ട് ഇതാ ഈ അപ്പുക്കുട്ടൻ സ്കൂൾക്ക് പോകുമ്പോ അപ്പുക്കുട്ടന്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. അമ്മച്ചി ഞാൻ പോയി പഠിച്ചോണ്ട്. പെട്ടെന്ന് മൊബൈൽ അവിടെ വെച്ചിട്ട് റൂമിൽ പോയി ഇരുന്ന് പഠിച്ചേ. നീ ഇവിടെ വന്നിട്ട് മൊബൈലിൽ കളിക്കല്ലേ? നിനക്ക് ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഓ നീ പറഞ്ഞു കൊടുത്തോ? ഞാനും പറയുമല്ലോ. നീ എന്താടാ എന്നെ പറ്റി അമ്മച്ചിനോട് പറയാനുള്ളത്? ചേച്ചി ആൻസേഴ്സ് എല്ലാം കയ്യിലും കാലിലെല്ലാം എഴുതി വെച്ചനല്ലേ, അത് ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കും. വിട്, നീ ഗെയിം കളിക്കേ എന്തെങ്കിലും ആക്ക്. ഞാൻ പോന്നപ്പാ. എന്താ ഭയർക്കണം. നീ എന്ത് ചെയ്യുവാ ഇവിടെ? എക്സാമിന് പഠിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നീ ഗെയിം കളിച്ചിട്ടിരിക്കുന്ന. നിക്കട മോനെ, നിനക്ക് അച്ഛൻ വരട്ടെ വെച്ചിട്ടുണ്ട്. മര്യാദക്ക് കൊണ്ട മൊബൈൽ പോയിരുന്ന് പഠിക്ക്. ബുക്കും തുറന്നു വെച്ചിട്ട് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവന് മര്യാദക്ക് പഠിച്ചിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് ഞാൻ. ആ ചേച്ചിന്റെ പണിയായിരിക്കും പോയി ചാടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. ബുക്ക് കാണുമ്പോൾ എന്നെ തലവേന എടുക്കുന്ന. ഇതെല്ലാം എപ്പം പഠിക്കാനാ? ബോറടിക്കുന്ന. ആദ്യം പണ്ടാരം പഠിച്ചത്, ഇനി കുറെ പഠിച്ചിട്ട് എനിക്ക് തുളസിയെല്ലാം ആൻസേഴ്സ് കാണിച്ചു തരുമല്ലോ. നീ അവിടെ ഇരിക്ക്. ഡാ നീ എന്ത് ചെയ്യുവാ? നിന്നോടല്ല അമ്മച്ചി പഠിക്കാൻ പറഞ്ഞത്. ഓ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇത്ര പെട്ടെന്നോ? ചേച്ചി ഇവിടെ എന്റെ ടെഡി ബിയർ വെച്ചിരുന്നതേടെ? ടെഡി ബിയറോ? ഇപ്പൊ എന്തിനാ നിനക്ക് ടെഡി ബിയർ? ചേച്ചി കണ്ടോ ഇല്ലേ പറ. അവിടെ ഹാൾ റൂമിൽ ഉണ്ടായിരുന്നു. ഈ ചെക്കൻക്ക് ഒരു പേടിയില്ലല്ലോ. നാളെ എക്സാം വെച്ചിട്ട് ഒന്നും പഠിക്കാതെ പാട്ടും പാടി നടക്കുന്ന. മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോ അച്ഛന്റെ കയ്യിൽ നിന്ന് കൊള്ളും. ഓ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നോ? വാ തനിച്ചിരിക്കണ്ട, നമുക്ക് രണ്ടാക്കും കളിക്കാം. ആട്ട് തൊട്ടിയിൽ നിന്നെ ആട്ടി ഉറക്കാം ഞാൻ. നമുക്ക് കുളിച്ചാലോ? കുളിച്ചിട്ട് പൊട്ടും പൗഡറെല്ലാം തൊടാ. നിക്കേ ഇതാ വരുന്നേ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണോ? വാ നമുക്ക് ചെടി കുട്ടനെ ഇരുത്തിട്ട് ടൗണിലേക്കല്ല പോയിട്ട് വരാം. എങ്ങോട്ടാ? അങ്ങോട്ട് വേക്കോട്ട് വാ. റിവേഴ്സ് എടുക്ക്. അമ്മ വീണ്ടും വന്നല്ലോ. നിന്നോടല്ല ഞാൻ എക്സാമിന് പഠിക്കാൻ പറഞ്ഞേ. അമ്മച്ചി ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇത്ര പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞോ? ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു. പോ ബുക്ക് എടുത്ത് റിവിഷൻ അടിക്ക്. പോ വേഗം. മര്യാദക്ക് പഠിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ഭക്ഷണം തരില്ല. അയ്യോ രാത്രിക്ക് ഫുഡ് ഇല്ലേ? ഫുഡ് വേണമെങ്കിൽ മര്യാദക്ക് ഇരുന്ന് പഠിക്ക്. ഏത് നേരം നോക്കി പഠിക്ക്. ഓയ് അമ്മച്ചിയും ചേച്ചിയും ഭയങ്കര ടോർച്ചർ. ഏത് നേരം നോക്കി പഠിക്ക്. ഒറ്റ വിചാരമുള്ള ചേച്ചിക്കോ അമ്മച്ചിക്കോ. മൊബൈലിൽ കുറച്ചേരം ഗെയിം കളിക്കാന്ന് വെച്ചാൽ അതും വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ടോയ്സ് കൊണ്ട് കുറച്ച് കളിക്കാൻ വിചാരിച്ചാൽ അതും വേണ്ടാന്ന്. ഓയ് സ്കൂളും പഠിപ്പും ആര് കണ്ടുപിടിച്ചെന്തോ. ഈ ചേച്ചി ഇപ്പോഴും പഠിക്കണോ? ചേച്ചി രാവിലെ കുത്തിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇപ്പം നേരെ രാത്രിയായി. എന്നിട്ടും ചേച്ചി പഠിക്കുക. ഈ കണ്ട ബുക്കെല്ലാം ചേച്ചി തിന്ന് തീർത്തിട്ടുണ്ടാവും. ഞാനൊന്നും പഠിച്ചില്ലല്ലോ. ഞാനും പോയി കുറച്ച് പഠിക്കട്ടെ. ബാബാ ബ്ലാക്ക് ഷീപ്പ്, have you
കുറച്ച് മണിക്കൂറേ ഉള്ളൂ ഇനി എക്സാമിന്. ഇനിയെങ്കിലും അല്പം പഠിക്കാൻ നോക്ക്. ഓ, ഞാൻ പഠിച്ചോളാം. Bits of paper lying on the floor. A plus minus b square, a minus b square is equal to a square. 1, 2, 3, 4. Make the place untidy. Make the place untidy. Pick them up. Pick them up. ചേച്ചി, രാവിലെ ഞാൻ 5 മണിക്ക് അലാറം വെച്ചെണിച്ചിട്ട് പഠിക്കാനിരിക്കാം. എനിക്കിപ്പോ ഉറക്കം വരില്ല, ഞാൻ കടന്നുറങ്ങുന്ന. നീ രാവിലെ ഉറക്കത്തുനിന്ന് 5 മണിക്ക് എണിച്ച് പഠിക്കൂല. അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചിട്ട് കടന്നുറങ്ങ്. ഇപ്പം പഠിച്ചാല് എക്സാമിനെല്ലാം മറന്നു പോകും. അതുകൊണ്ട് രാവിലെ എക്സാമിന്റെ മുന്നേ ആയിട്ട് പഠിച്ചാല് എക്സാമിന് പോയിട്ട് പാങ്ങിൽ എഴുതാലോ. ഇപ്പൊ മറക്കൂല, നല്ല ഓർമ്മ ഉണ്ടാവും. അപ്പൊ ചേച്ചി കിടക്കുമ്പോ 5 മണിക്ക് അലാറം വെക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. 2 പോയമും വായിച്ചിട്ട് അവൻ കടന്നുറങ്ങി. അവനക്ക് പഠിക്കണമെന്നൊന്നുമില്ല. എ പ്ലസ് മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ. ഒരുപാട് സമയമായി ഞാൻ ഇരിക്കുന്നു പഠിക്കുന്നു. ഇനി ഞാനും ഉറങ്ങട്ടെ. ഇത്ര പെട്ടെന്ന് 5 മണിയായോ? അലാറം അടിക്കുന്ന 5 മണിയായി. എനിക്ക് ചേച്ചി എനിക്ക് ഉറങ്ങണോ? നിനക്ക് പഠിക്കാനല്ലടാ 5 മണിക്ക് അലാറം വെച്ചത്. ചേച്ചി പഠിക്ക്. എന്നെ വിളിക്കില്ല ചേച്ചി ഉറക്കത്തുനിന്ന്. എന്തെങ്കിലും ചെയ്. ക്ലീനായിട്ട് ഓഫാക്കി വെക്കാം. എക്സാമിന്റെ ദിവസം കടന്നുറങ്ങുന്ന 8 മണി വരെ. എല്ലാ കുട്ടികളും രാവിലെ എണിച്ചിട്ട് എക്സാമിന് പഠിക്കും. ഇവന് പോത്തുറങ്ങുന്ന പോലെ 8 മണി വരെ കടന്നുറങ്ങുന്ന. ഇങ്ങോട്ട് എനിക്കടാ എക്സാമിന് പോണ്ടേ. എനിക്ക് പെട്ടെന്ന്. അയ്യോ, എന്റെ കാല് പിടിച്ചു വലിക്കില്ല അമ്മച്ചി. അയ്യോ, രാവിലെ എണിച്ച് എക്സാമിന് പഠിക്കാന്ന് വിചാരിച്ചിട്ട് നേരെ 8 മണി കഴിഞ്ഞോ. ഇനി എക്സാമിന് എന്താ ഞാൻ എഴുതുക? വേഗം എണിച്ച് പോയിട്ട് റെഡിയാവും. ചേച്ചി നാഷ്ടെല്ലാം കഴിച്ച് റെഡിയായി നിൽക്കുന്ന സ്കൂളിലേക്ക് പോവാന്. അയ്യോ, ഒരു ഐഡിയ. അമ്മച്ചിനോട് നാളെ നാണ് എനിക്ക് എക്സാം തുടങ്ങുന്നതെന്ന് പറഞ്ഞാലോ. എന്നിട്ട് നാളെ ടീച്ചറിനോട് പോയിട്ട് ഇന്നലെ എനിക്ക് സുഖമില്ലായിരുന്നു, അതാ വരാത്തതെന്ന് പറയാം. ഇനി എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളേ. ഇനി ഇരുന്ന് പറഞ്ഞാ വേഗം എണിച്ചിട്ട് ഏഴ് പോവാൻ അമ്മച്ചി. എനിക്ക് ഇന്നല്ല എക്സാം, നാളെ എക്സാം. അതെയോ? ചേച്ചി വായി തുറക്കില്ല. ചേച്ചി വായി തുറന്ന ചേച്ചി കയ്യിലും കാലിലെല്ലാം ആൻസർ എഴുതി വെച്ചത് ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കും. അഞ്ചു, ഇക്കക്കുട്ടന് നാളെന്നാണോ എക്സാം? ഞാനിപ്പോ അമ്മച്ചിനോട് സത്യം പറഞ്ഞാല് ഇവന് എന്റെ കയ്യിലും കാലിലെല്ലാം ആൻസർ എഴുതി വെച്ചത് അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് വല്ലേ എനിക്കറിയില്ല എന്ന് പറഞ്ഞേക്കാം. നീ എന്താണ് ഇവിടെ പുസ്തകമാക്കണേ? ഇവനക്ക് നാളെ ഇന്നോ എക്സാം. അമ്മച്ചി എനിക്കറിഞ്ഞൂടാ. ഞാൻ രാവിലെ വെറുതെ ഇക്കക്കുട്ടന്റെ കാലെല്ലാം പിടിച്ച് വലിച്ച് അടിച്ച് അടിക്കണ്ടായിരുന്നു. വർക്കൗട്ടായി. എന്തൊരു പച്ച കള്ളച്ചക്കം പറയുന്നേ. അഞ്ചോ, അവിടെ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു, പോയി നോക്കിയാ. ഹായ് അമ്മച്ചി. അമ്മച്ചിയെ വെറുതെ എന്റെ കാലെല്ലാം പിടിച്ച് വലിച്ച് എനിക്ക് വേദനിച്ചു അമ്മച്ചിയെ. ഇതേ വിഷമത്തിന് ഇക്കക്കുട്ടനൊരു ഐസ്ക്രീം വാങ്ങിത്തരോ? വേണ്ട ഒരു ഐസ്ക്രീം. ആയിക്കോട്ടെ, വേഗം എനിക്ക് ബ്രഷാക്ക്, നാഷ്ട തരാം. എക്സാം എഴുതണ്ട, രക്ഷപ്പെട്ടല്ലോ. എക്സാം എഴുതണ്ട, ഇന്ന് എക്സാം എഴുതണ്ട. ചിങ്കിച്ച പച്ച കളറ് മഞ്ഞ കളറ് ചിങ്കിച്ച. സൽമാനെ നീ എന്താടാ രാവിലെ ഇവിടെ? അഞ്ചു ചേച്ചി, ഇന്ന് എക്സാം സ്റ്റാർട്ട് ആവല്ലേ, ഇക്രൂനും കൂട്ടിട്ട് ഒന്നിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് വന്നതാ. ഓ, എക്സാമിന് ഇക്രൂനെ കൂട്ടാൻ വന്നതല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അമ്മച്ചി ഇവിടെ വന്ന് നോക്കി ആരാ വന്നേന്ന്. ചേച്ചി, ഇക്രു എവിടെ? ഇക്രുനെ ഇപ്പം വിളിക്കാം. സൽമാൻ രാവിലെ തന്നെ എന്താ മോനെ? ഏന്റി, അത് ഇക്രുവിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് പഠിക്കാൻ വന്നതാണോ? വന്നത് നന്നായി സൽമാനെ. ഇക്രു ഒരു അക്ഷരം പഠിക്കൂല, കളിച്ചിങ്ങനെ നടക്കൂ, അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിച്ച് നടക്കും. നീ വന്നത് നന്നായി. നീ ഒന്നിച്ചിരുന്ന് പഠിക്കാലോ. എനിക്കറിയാത്തത് നിന്നോടെങ്കിലും ചോദിച്ച് പഠിക്കാലോ. ഇനി വാ മോനെ ഉള്ളിലേക്ക്, രണ്ടാളിരുന്ന് പഠിച്ചോളി. രാവിലെ തന്നെ വന്നത് നന്നായി. ഏന്റി, ഞാൻ വന്നത് ഇക്രുവിനെ കൂട്ടിട്ട് എക്സാമിന് പോവാനാണ്. എക്സാം നാളല്ല മോനെ, നിങ്ങളുടെ ക്ലാസ്സിക്ക് നാളെ തന്നെ എക്സാം സ്റ്റാർട്ട് ആവുന്നേ. ഇല്ല ആന്റി, സ്കൂളിലെ എല്ലാ ക്ലാസ്സിലേക്കും ഇന്ന് തന്നെ എക്സാം സ്റ്റാർട്ട് ആവുന്നേ. ഇന്ന് എക്സാമോ? നീ ടൈം ടേബിൾ എടുത്തൊന്ന് നോക്ക് മോനെ. നാളെ തന്നെ എക്സാം സ്റ്റാർട്ട് ആവുന്നേ. അയ്യോ,
ഓറഞ്ച് കളർ ചിങ്കിച്ചക്ക ചിങ്കിച്ച ചിങ്കിച്ചക്ക ചിങ്കിച്ച. അമ്മച്ചി ആരാ വന്നത്?